ഹലോ ഡിയേഴ്സ്, ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുറേ പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ ഇതുപോലെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിൽ കാണുമ്പം ഒരു ലാൻഡൻ ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് എടുത്തു വെച്ചത്. ഇപ്പം എന്തായാലും റംദാൻ മാസമല്ലേ, ഇപ്പം തന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് നല്ലൊരു ഷേപ്പുണ്ട്. അപ്പോൾ അളവെടുത്ത് അതിൻ്റെ മുകൾ വശം നല്ലതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മോൾഡിറ്റ് ക്ലേ എടുത്തിട്ട് അതിനെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഷേപ്പൊക്കെ കൊടുത്ത് നമ്മൾ ഇത് പെട്ടെന്ന് ഉണങ്ങി പോകുന്നതുകൊണ്ട് വേഗം വേഗം അതിൻ്റെ ഷേപ്സ് നമ്മൾ നേരത്തെ ഒരു പ്ലാനൊക്കെ ഇട്ടിട്ട് തന്നെ അത് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാനത് നാല് വശവും എല്ലായിടത്തും ഒരേ അളവിൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തത് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തത്. പിന്നെ ഈ പ്ലാസ്റ്റിക് ഇച്ചിരി നല്ല കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കുഴപ്പമില്ല. ചില ജ്യൂസിൻ്റെ സാധനം ഇതൊന്നും നല്ല കട്ടിയുള്ളതായിരിക്കത്തില്ലല്ലോ. പിന്നെ ഞാൻ മുകളിലും മുറിച്ചെടുത്തതിൻ്റെ ആ സ്പേസിലും കുറച്ച് ഇത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലെല്ലാം ഞാനിങ്ങനെ ചെയ്തിട്ടൊന്നുകൂടെ നമ്മുടെ ശരിക്കുള്ള ഈ ചിമ്മിനി ലൈറ്റിൻ്റെ ആ ലാൻഡേനൊരു പ്രസ് ചെയ്തൊരു എഫക്റ്റില്ല, അങ്ങനെ കൊടുത്തു. പിന്നെ സൈഡിലൊരു ഡിസൈൻ പോലെ കൊടുത്തു. ഇപ്പോൾ ഈ പീസൊക്കെ ആണെങ്കിൽ ഇച്ചിരി ബാലൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ആദ്യമേ കളയണ്ടെന്ന് വെച്ച് പെട്ടെന്ന് ആ ഷേപ്സിലങ്ങ് ഉണ്ടാക്കി വെക്കും. അല്ലെങ്കിൽ ഈ ഹോളും ഇട്ട് വെച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഉണങ്ങി പോകത്തില്ലേ, അപ്പോൾ അങ്ങ് വേസ്റ്റാക്കി പോകണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ ആ മുകളിലാണെങ്കിൽ കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അവിടെ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ കീറി ഇതുപോലെ ഫുൾ അങ്ങ് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഇച്ചിരി കട്ടിയിൽ നല്ലതായിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ത്രെഡ് എന്ന് പറഞ്ഞാൽ ജൂട്ട് ത്രെഡില്ലേ, സാധാരണ ജൂട്ട് ത്രെഡ്. ഇതാണെങ്കിൽ ശരിക്കും നമുക്ക് ക്ലേ വെച്ച് തന്നെ ചെയ്യാം, പക്ഷേ അത്രയും ക്ലേയും വെറുതെ കളയണ്ട. ഇതാകുമ്പോൾ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അത് ഗ്ലൂ നല്ലതായിട്ട് വെച്ചിട്ട് പതുക്കെ പതുക്കെ ഒട്ടിച്ചത് ഫുൾ ഒട്ടിച്ചെടുത്ത്. പിന്നെ ഒരു തെർമോക്കോൾ പീസ് എടുത്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒട്ടിച്ച് വെച്ചേക്കുന്നതിന് അതിൻ്റെ ടോപ്പിൽ വെക്കാനുള്ളതിൽ അവിടെ ഞാൻ ആ ഗ്യാപ്പുള്ളിടത്തൊക്കെ ചുമ്മാ ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തും അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഇതിൻ്റെ കറക്റ്റ് ഷേപ്പും അങ്ങനെ ഒരു ഡിസൈൻ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ പിൻട്രസ്റ്റിലൊക്കെ നോക്കിയാൽ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നല്ല ഒരുപാട് ഐഡിയാസ് കിട്ടുമല്ലോ. അങ്ങനെ ഞാനതിൻ്റെ പിന്നെയും കുറച്ച് ക്ലേ അധികം വന്നു. അപ്പം ഞാനത് കളയണമെന്ന് വെച്ചാൽ അതും ഞാൻ ഏറ്റവും ടോപ്പിലൊരു ബോൾ പോലെ ആക്കി അത് ഒട്ടിച്ചു. പിന്നെ ഗ്യാപ്പുള്ളിടത്തൊക്കെ വെച്ച് ഇപ്പം ഇതെനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനൊരു ജ്വല്ലറി മേക്കിങ്ങിന് എന്തോ ഒരു സിൽവർ കമ്പി കിട്ടിയായിരുന്നു. അപ്പം ഞാനത് മേളിൽ അതിൻ്റെ ഹോളിൽ ഇട്ട് കൊടുത്ത്. പിന്നെ ബാലൻസ് എവിടെയെങ്കിലും ഇച്ചിരി ഡിസൈനൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഫുള്ളിങ്ങനെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നം ഉണങ്ങിപ്പോകും. അപ്പം മാക്സിമം സ്പീഡിൽ ചെയ്യണം. പിന്നെ അതിൻ്റെ താഴെ ഞാനൊരു സ്പേസ് മുറിച്ച് മാറ്റിയിട്ട് അടിയിൽ കൂടെ ഞാൻ വെച്ചു ക്യാൻഡിൽ ലൈറ്റ് കൊടുക്കാം. ക്യാൻഡിൽ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പ്രശ്നമല്ല. അപ്പം പിന്നെ എനിക്ക് ബാറ്ററിയിൽ ഉള്ള ക്യാൻഡിൽ വേണമുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് കിട്ടിയില്ല. അപ്പം തൽക്കാലം നമുക്കൊരു ഫെയറി ലൈറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഫുൾ ബ്ലാക്ക് കളർ കൊടുത്തു. ബ്ലാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ എന്നാലും കുറച്ചുകൂടെ ഭംഗിക്ക് ഞാൻ കുറച്ച് ഗോൾഡൻ പെയിൻ്റ് എല്ലാം ഒന്നുകൂടെ മുകളിൽ കൂടി അടിച്ചു കൊടുത്തപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു വിൻറ്റേജ് ലുക്കിലൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ, ഇത് ശരിയായോ നല്ലതാണോ എന്നൊക്കെ. ജസ്റ്റ് ഒന്ന് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നോക്കിയതാണ്, പക്ഷേ ഇതത്ര സേഫ് അല്ലല്ലോ. പിന്നെ ഞാൻ ഫെയറി ലൈറ്റ് തന്നെ വെച്ചു. ക്യാൻഡിലിനെക്കാട്ടിലും മറ്റ് ബാറ്ററി കിട്ടുവാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്തായാലും ഈ റംദാൻ മാസത്തിൽ ഇതൊരു നല്ല ഡെക്കോറാണെന്ന് എനിക്ക് തോന്നിയത്, അങ്ങനെ വെച്ചാൽ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഹാപ്പി റംദാൻ. താങ്ക് യു.